നമസ്കാരം. എല്ലാവർക്കും ആത്മോദയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സെവൻസ് എനർജി പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എനർജി പോയിൻ്റാണ്, അതായത് ചക്രമാണ്. ഈ ചക്രത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ഒരു വ്യക്തിയിൽ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഒരു വ്യക്തിയുടെ സുഷുമ്നാ നാഡിയുടെ നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എനർജി പോയിൻ്റാണ് റൂട്ട് ചക്ര. ഇതിനെ മൂലാധാര ചക്ര, ബേസിക് ചക്ര, കുണ്ടലിനി എനർജി പോയിൻ്റ് എന്നീ നാമങ്ങളിലെല്ലാം അറിയപ്പെടുന്നു. ഈ എനർജിയുടെ പ്രത്യേകത, കുണ്ടലിനി എനർജി സ്ഥിതി ചെയ്യുന്നത് റൂട്ട് ചക്രയിലാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളെയും റൂട്ട് ചക്ര സ്വാധീനിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങളെ വളരെ പ്രതികൂലമായി തന്നെ സ്വാധീനിക്കുന്നതാണ്. റൂട്ട് ചക്ര തകരാറിലാകുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. മലബന്ധം, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പൊണ്ണത്തടി, കാൽമുട്ട്, കാൽപാദങ്ങൾ എന്നിവയുടെ അസുഖങ്ങൾ, വെരിക്കോസ് പെയിൻ, അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുമായി സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, സ്പൈനൽ കോഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ലോവർ ബാക്ക് പെയിൻ, പ്രതിരോധ ശക്തി ഇല്ലായ്മ, അമിത ഭോഗാസക്തി, ഇവയെല്ലാം റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലായാൽ സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ മാനസികപരമായി നിരവധി പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അമിത ഭയം കാണുന്നതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ഈ അമിത ഭയം കാരണം അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാകുന്നതിന് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അമിത ഉത്കണ്ഠ കാണാവുന്നതാണ്. കൂടാതെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കണ്ടുവരുന്ന മറ്റൊരു മാനസിക പ്രശ്നമാണ് ആത്മവിശ്വാസമില്ലായ്മ. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇവർക്ക് തീരെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുന്ന ആളുകളിലുള്ള മറ്റൊരു പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ മുഴുക്കെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു മാനസിക പ്രശ്നമാണ് വിഷാദ രോഗം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലായ വ്യക്തികളുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കർമ്മ തടസ്സങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും നിരന്തരം തടസ്സങ്ങൾ സംഭവിക്കുന്നതായിട്ടും ഇവരുടെ കർമ്മങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതാവുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ നിരന്തരം പരാജയങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവരുടെ കർമ്മങ്ങൾ നിരന്തരം തടസ്സം സംഭവിക്കുന്നതിലൂടെയും ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിരന്തരം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവരുടെ കരിയറിന് ഒരു ഉയർച്ചയില്ലാത്ത ഒരു മുരടിച്ച അവസ്ഥയിലൂടെയായിരിക്കും ഇവർ കടന്നു പോവുക. ഇവരുടെ കർമ്മങ്ങൾ നിരന്തരം തടസ്സം വരുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ആത്മവിശ്വാസമില്ലാത്തതും ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഒരു സാമ്പത്തിക അസ്ഥിരത നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിരന്തരം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ റൂട്ട് ചക്ര ആശ്രയിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ഈ റൂട്ട് ചക്രയെ വളരെ ആക്റ്റീവായി നിലനിർത്തലും റൂട്ട് ചക്രയുടെ ബ്ലോക്കുകൾ നീക്കി അവയെ നിരന്തരം നാം എനർജൈസ് ചെയ്ത് ബാലൻസായിട്ട് നിർത്തലും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. റൂട്ട് ചക്ര വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെ സത്യസന്ധന്മാരും അതുപോലെ തന്നെ വളരെ സ്ഥിരതയുള്ള വ്യക്തികളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇവർ നിരന്തരം ഉയർച്ചയിലേക്കും വിജയങ്ങളിലേക്കും നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂട്ട് ചക്ര വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ
കൂടുതൽ ധൈര്യശാലികളും കൂടുതൽ ക്ഷമാശീലരും അതുപോലെ തന്നെ കൂടുതൽ സന്തോഷവുമുള്ള വ്യക്തികളായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉയർച്ചയും വിജയവും കാണാൻ സാധിക്കും. നമ്മുടെ എനർജി പോയിൻറ്റുകളെ, അതായത് ചക്രങ്ങളെ എനർജൈസ് ചെയ്യുന്നതിന് വേണ്ടി, ഇവയെ വളരെ ആക്റ്റീവായി ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നിരവധി എനർജി ഹീലിംഗ് മൊഡാലിറ്റീസുകളുണ്ട്. പ്രാണിക് ഹീലിംഗ്, റേക്കി തുടങ്ങിയ മൊഡാലിറ്റീസ് എല്ലാം ഇവയ്ക്ക് ഒരു ഉദാഹരണമാണ്. റൂട്ട് ചക്രയുടെ പ്രവർത്തനം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ, പ്രാണായാമം, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നിത്യവും വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരന്തരം ചെയ്യുന്നതിൽ കൂടി നമുക്ക് റൂട്ട് ചക്രയെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കും. ക്രിസ്റ്റൽ തെറാപ്പി, കളേഴ്സ് തെറാപ്പി, ഗ്രൗണ്ടിങ് എന്നീ ടെക്നിക്കുകളിലൂടെയും തെറാപ്പികളിലൂടെയും നമുക്ക് നമ്മുടെ റൂട്ട് ചക്രയെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്താവുന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് റൂട്ട് ചക്രയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ടോപ്പിക്കുമായി കാണുന്നതുവരെ